ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുമ്മിൾ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കുമ്മിൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുമ്മിൾ കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുമ്മിളെന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ കുമ്മിൾ നന്നായിട്ട് വെന്ത് കിട്ടും. കുമ്മിളിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണമെന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുമ്മിൾ അടച്ചു വെച്ച് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുമ്മിളെന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടില്ല, കുറച്ചുകൂടി വെന്ത് വരാനുണ്ട്. ഒന്നുകൂടി അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുമ്മിളെന്ന് കുറച്ചുകൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുമ്മിൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അരപ്പിൻ്റെ പച്ചമണം മാറിക്കിട്ടും. ആ സമയത്ത് ഒരു മുട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. മുട്ട ചേർക്കുമ്പോൾ നമ്മുടെ തോരന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഓപ്ഷണലാണ്. മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. മുട്ട ചേർക്കുന്ന സമയത്ത് ഉപ്പൊന്ന് നോക്കണം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുമ്മിൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതിന് മുൻപ് ഞാനൊരു മഷ്റൂം മസാലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കുമ്മിൾ തോരൻ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്